പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തെ ഏകകണ്ഠമായി അപലപിച്ച് ജമ്മു കാശ്മീർ നിയമസഭ. ജീവൻ നഷ്ടമായവർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ വലിയ ഞാൻ ഇവിടെ തന്നെയാണ്. ചലച്ചിത്ര ആ വളവിലെ വീടില്ലേ അവിടെയാ, കുറച്ചായിടാ. ആ ചുരുള് കൂടിയില്ല ഏച്ചിന്റെ വീടാ. അതെ, നമ്മളങ്ങോട്ട് പിരിവെല്ലാം വരുന്നുണ്ട് കേട്ടാ. അതങ്ങനെ തന്നെയാ. പിരിവെല്ലാം വരുമ്പോ ചേച്ചിമാരെ മാത്രം അന്വേഷിച്ചാ പോരാ, ഇടക്കലോ ചേട്ടന്മാരും കൂടി അന്വേഷിക്കും. ആ രവിയേട്ടാ, ഞാൻ അടുത്ത ആഴ്ച പോക്കാട്ടാ. പിന്നെ വീട്ടിലേക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തു കൊടുക്കണം. ഞാൻ കൊടുക്കടാ. അല്ലപ്പ നീയല്ലേ പറഞ്ഞിന് 6 മാസത്തേക്കാ ലീവ് ഉണ്ടെന്ന്. ഒരു 2-3 മാസം ആയിട്ടുണ്ടാവും. ലീവ് ഞാൻ ക്യാൻസലാക്കി. നമ്മൾ ഇന്ത്യക്കെതിരെയുള്ള ഈ ഭീകരവാദികളുടെ വിളയാട്ടമുണ്ടല്ലോ, അതിങ്ങനെ നോക്കി വെക്കാൻ പറ്റുമോ? ഞാനൊരു പട്ടാളക്കാരനല്ലേ. ഓരോ പട്ടാളക്കാരനും രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കടമയുണ്ട്. തിരിച്ചു കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. എന്നാ ശരി കേട്ടാ. അല്ല ചേട്ടാ, നിങ്ങൾ പട്ടാളക്കാരനാ? കണ്ടാ തോന്നൂല കേട്ടാ, താടിയെല്ലാം വെച്ചിട്ട്. ഞാൻ ഒരു കാര്യം തോന്നാൻ പാടില്ല. നിങ്ങളൊരു പട്ടാളക്കാരനായിട്ട് ചോദിക്കുന്നു. നിങ്ങള് കൊണ്ടൊക്കെ കോട്ടയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 1-ാം തീയതി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ശാസ്ത്രം തന്നെ. എടാ, ആ ഇറങ്ങിപ്പോയത് ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനാണ്. അല്ലാണ്ട് നിനക്കൊന്നും കുപ്പി വെക്കുന്ന ആളല്ല. മനസ്സിലായാ?